ശ്യാമളപ്പച്ചി വിളിക്കാൻ മറന്നുപോയോ? മറന്നിട്ടില്ല, അവളോടൊക്കെയാ ഞാൻ ആദ്യം പറഞ്ഞത്. എന്നാലും പരിഭവ പറയാൻ താമസിച്ചു പോയി എന്നുള്ള തോന്നല അവക്ക്. അച്ഛാ, എന്താ മോളെ? അച്ഛൻ ഓരോരുത്തരെയും വിളിച്ചോണ്ടിരിക്കുക. ഇനി മോൾക്ക് കൂട്ടുകാരെ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ സെപ്പറേറ്റ് വിളിച്ചേക്കണം. എനിക്കങ്ങനെ ആരോടും പറയാനില്ല. അച്ഛനും തിരക്കൂട്ടി ആരെയും വിളിക്കണ്ട. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ എല്ലാരെയും വിളിക്കട്ടെ, അതിന്റെ ഒരു ആവേശത്തിലല്ലേ അച്ഛൻ. സത്യകൃഷ്ണ, ഞാൻ എൻ്റെ മക്കളോടൊപ്പം ഇതുവരെ ഒരു ആഘോഷത്തിലും പങ്കെടുത്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാ. അതിൻ്റെ ഒരു ത്രില്ല് എനിക്കുണ്ട്. അച്ഛൻ്റെ കടമ ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം. നേരാ. അനക്കേച്ചിയുടെ അഖിലേച്ചിയുടെ എൻഗേജ്മെന്റിന് അച്ഛനുണ്ടായില്ല. ഇതിപ്പോ അച്ഛൻ നേരിട്ട് നടത്താൻ പോകുന്നത് അമൃതേച്ചിയുടെ എൻഗേജ്മെന്റ്. ഈ ചടങ്ങ് നന്നായ അച്ഛന്റെ രാശിയാണെന്ന് സമ്മതിക്കാം. അതെന്താ മോളെ മോൾ അങ്ങനെ പറഞ്ഞത്? അമൃതേച്ചിക്ക് വിവാഹ കാര്യത്തിൽ എന്തോ രാശിക്കുറവുണ്ട്. ഓരോ കാരണങ്ങളില് മുഹൂർത്ത സമയത്ത് മുടങ്ങും. ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോകുന്ന പോലത്തെ തടസ്സം. അതുകൊണ്ട് മാർച്ച് 5 കഴിഞ്ഞു കിട്ടുന്നത് വരെ എനിക്ക് ടെൻഷനാ. നീ വേണ്ടാത്തൊന്നും പറയല്ലേ ആരാധ്യ. സുമേഷേട്ടനുമായിട്ടുള്ള കല്യാണം മുടങ്ങിയത് വളരെ നന്നായില്ലേ? ഇല്ലെങ്കിൽ അഭിയേട്ടന് കല്യാണം കഴിക്കാൻ പറ്റുമായിരുന്നോ? അത് ഭാഗ്യമായിട്ടല്ലേ കാണേണ്ടത്. അഭിയേട്ടനായിട്ടുള്ള എൻഗേജ്മെന്റ് മുടങ്ങിയല്ലോ. അത് ചേച്ചിയുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. പോലീസുകാർ മനഃപൂർവ്വം കേസ് ഉണ്ടാക്കിയതല്ലേ. ഇത്തവണ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതെ, ജോത്സ്യൻ മുഹൂർത്തം കുറിച്ചതുപോലും നല്ല സമയത്താ. അതെ. എനിക്ക് അങ്ങനെ നല്ല സമയങ്ങൾ ഉണ്ടായിട്ടില്ല കൃഷ്ണേട്ടാ. ദുരിതങ്ങൾക്ക് ഒരു ദയയില്ല എന്നോട്. എല്ലാരും ഇത്രയും സന്തോഷിക്കുമ്പോ സത്യം ഞാൻ എങ്ങനെ പറയും? പറയാതിരുന്നാലോ? അതും ശരിയാവില്ല. അച്ഛൻ വിളിച്ചവരൊക്കെ 5-ാം തീയതി വരില്ലേ? അത് നാണക്കേടാവും. 3ാമത് മുടക്കം വന്നാ നിന്റെ ജാതകദോഷം. അതെ, അതുകൊണ്ട് അറിയിച്ചേ പറ്റൂ. അഭിയോട് കൂടി ഒന്ന് ആലോചിക്ക. അമ്മേ, അമ്മേ, എന്താ ഏട്ടാ? അമ്മ എവിടെയാടി? എന്താ? ഞാൻ അറിയാതെയാണോ എന്റെ കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കുന്നത്? ഇപ്പൊ എന്താ ഉണ്ടായേ? ചന്ദ്രനങ്ങൾ ഇവിടെ വന്ന് എന്റെ എൻഗേജ്മെന്റ് തീരുമാനിക്കാനാണോ എന്ന്? അതെ, അതിനിപ്പോ എന്തു പറ്റി? അതിന് ഞാൻ അറിയണ്ടേ? എന്റെ കല്യാണ കാര്യമില്ലേ? നിന്നോട് പറഞ്ഞതാണല്ലോ മാർച്ച് 5-ന് നിശ്ചയമാണെന്ന്. എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഏട്ടനോട് മാർച്ച് 5-നാണെന്ന് ഞാനും അമ്മയും പറഞ്ഞതാ. ചന്ദ്രനങ്ങൾ പറയുന്നത് ഏട്ടൻ കേട്ടതുവാ. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ പറയുന്ന എന്തിനാ? നിന്നോട് അമൃത എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടില്ലേ? അതിപ്പോഴല്ലേ, ഇന്നാ ഞാൻ അറിയുന്നത്. അതുകൊള്ളാം. എല്ലാം അറിഞ്ഞ മട്ടിലല്ലേ നീ സംസാരിച്ചത്?
അതല്ലേ ഞങ്ങൾ കൂടുതലൊന്നും പറയാത്തത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? അന്നൊന്നും എൻഗേജ്മെന്റ് നടക്കില്ല. നടക്കില്ലെങ്കിൽ വേണ്ട, വേറൊരു ദിവസത്തേക്ക് മാറ്റാം. എന്തൊക്കെയായാലും ഏപ്രിലിൽ കല്യാണം നടത്തിയേ പറ്റൂ. അല്ല, ഈ മാർച്ച് 5-ാം തീയതിക്ക് എന്താ കുഴപ്പം? പഞ്ചരത്നത്തിൽ വെച്ചൊരു മോതിരം മറൽ ചടങ്ങ്, അത്രയല്ലേ ഉള്ളൂ. അത്രയൊന്നും അല്ല. ആ ഡേറ്റ് ഒന്നും എനിക്ക് ശരിയാവില്ല. കാര്യം എന്താന്ന് പറ. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.